അല്ലേ ചേട്ടാ എന്ത് പണി ചെയ്ത്? അതെന്താ കേട്ടോ ഞാൻ എന്നോട് എന്താ ചെയ്തത്? മോനെ സ്കൂളിൽ തരുമ്പോ നിങ്ങളെ ബൈക്കിന് കൈയാട്ടി നിങ്ങൾ നിർത്താണ്ട് പോയിട്ട് മോന് ഭയങ്കര വിഷമുണ്ട്. നിങ്ങൾക്കൊന്ന് കയറ്റിക്കൂടാനോ? ഞാൻ സ്കൂൾ ഇട്ട് വരുന്ന ഒരു കുട്ടികളെയും കയറ്റില്ല. ഒരുപാട് മക്കൾ ഇങ്ങനെ കൈ കാണിക്കും. പിന്നാണ് എന്റെ മോനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് ആൾ കൈ കാണിക്കുന്നതാണല്ലോ. മക്കൾ നടന്നു വരുമ്പോ നിങ്ങളൊന്ന് കയറ്റിക്കൂടെ? അതൊക്കെ ഒരു ഉപകാരല്ലേ? മക്കളാണ് നേരത്തെ പുറത്തെത്തും ചെയ്യല്ലോ. സംഭവം ഇങ്ങി പറഞ്ഞൊക്കെ ശരിയാ. ഈ കയറ്റാനേ ആഗ്രഹമുണ്ട്. ഈ വണ്ടിമ പോകുന്ന ആടെ ഇവിടെ തട്ടേ മുട്ടയൊക്കെ ചെയ്ത് മക്കൾ ഇന്നേ പറ്റിയാലേ ഇപ്പൊ അറിയുന്ന ഇഞ്ഞും ചോദിക്കൂ ഐറ്റകൾ എന്താക്കി ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പോരൂലേ? പിന്നെ അതിനൊന്നും ആവൂല. അതുകൊണ്ടാ കയറ്റാത്തത്. നിങ്ങൾ എങ്ങോട്ടാ പോണേ? അബ്ബാസിന്റെ മോനെ വണ്ടിമന്ന് വീണ് ഞാൻ ആട്മരെ ഒന്ന് പോയി. അബ്ബാസിന്റെ മോനോ? നമ്മളെ അബ്ബാസിന്റെ മോനോ? ഓൻ വണ്ടി ഒന്നും ഓട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ സംഭവിച്ചേ? അതൊന്നും പറയണ്ട. ചെറിയോന് സ്കൂളിട്ട് വരുമ്പേ ഏതോ ഒരു ചെങ്ങായിന്റെ വണ്ടിമ കയറിയത്. ചെങ്ങായിക്കാണെങ്കിൽ ഫുൾ തരിപ്പിലുമായിരുന്നു. വണ്ടി പോയി ഞാൻ ഒരു കാനേൽക്കാട്ട് മറിഞ്ഞിട്ട് ചെറിയോന്റെ കാല് പൊട്ടിപ്പോയി കിടത്തത്തില്ല. കാല് പൊട്ടിപ്പോയിക്കോ? കാല് പൊട്ടിക്ക് ഇൻഷൂർ ഇട്ടൂലേ? അത് കിട്ടൂട്ടോ, ഇൻഷൂർ ഇട്ടിട്ടോ. അതിനേ ആ വണ്ടിക്കാണ് ഇൻഷൂറും ഇല്ല, ഓനാണ് ലൈസൻസും ഇല്ല. വലിയ പാടാണ്. അങ്ങനത്തെ ഒരു കഥ ഞാനിപ്പം എന്നോട് പറയുന്നേ. ഞാൻ വരുമ്പം എന്റെ മോൻ വണ്ടി കൈ കാണിച്ചിരുന്നു. ഞാനാ കണ്ടിട്ടുമില്ല. ഇപ്പൊ ഓരോ മക്കള് ഏതെങ്കിലുമൊക്കെ വണ്ടി കൈ കാണിച്ച് ഇങ്ങനെ പോരുക. അപ്പോ എന്തെങ്കിലും മയക്കുമരുന്നിന്റെ ആൾക്കാരോ എന്തെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പെട്ടുപോകും. ഓരോ രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, പരിചയമില്ലാത്ത ആളുകളുടെ ബൈക്കിൽ കയറാതിരിക്കുക, അപകടങ്ങൾ ചെന്ന് ചാടാതിരിക്കുക, ജാഗ്രത.